എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിന് മുന്നേ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ എൻ്റെ ലോ കാർബ് ഡയറ്റ് മീൽ ഓപ്ഷൻസ് എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊരു ചെറിയൊരു വീഡിയോ ആണ്. അതിൻ്റെ മീൽ ഓപ്ഷൻസൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് 18 അവേഴ്സ് ഫാസ്റ്റിംഗ് ആണ്. അപ്പോൾ 18 അവേഴ്സ് ഫാസ്റ്റിങ്ങും ബാക്കി 6 അവേഴ്സാണ് ഈറ്റിംഗ് വിൻഡോ. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഇപ്പോൾ എല്ലാവർക്കും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് അറിയാം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് മുന്നേ ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് പ്ലസ് ലോ കാർബ് മീൽ ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കൂടെ ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്സ് കിട്ടും. ഇനി നിങ്ങൾക്ക് ലോ കാർബ് ഡയറ്റ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും ചെയ്യാം. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ട്സ് കിട്ടും. അപ്പോൾ സാധാരണ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വെയിറ്റ് ലോസ് നിങ്ങൾ ട്രൈ ചെയ്തു, ഒരു പീരീഡിന് ശേഷം വെയിറ്റ് ലോസിൻ്റെ ആ ഒരു ഇതൊന്ന് സ്ലോ ആവും, അല്ലെങ്കിൽ ഒരു പോയിന്റിലൊന്ന് സ്റ്റക്ക് ആവും. അപ്പോൾ അത് വെയിറ്റ് ലോസിൻ്റെ അത് ഒന്നും കൂടി ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫർദർ വെയിറ്റ് ലോസും ഫാറ്റ് ലോസിനും വേണ്ടിയിട്ടൊക്കെയാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യുന്നത്. എൻ്റെ 18 അവേഴ്സ് ഫാസ്റ്റിങ്ങിൻ്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ലഞ്ചും ഡിന്നറാണ് കഴിക്കാറുള്ളത്. അപ്പോൾ ഡിന്നർ ഒരു 7 മണിക്ക് ഒരു 7:30 8 o'clock മുൻപ് തന്നെ ഞാൻ ഡിന്നർ ഫിനിഷ് ചെയ്യും. ഇപ്പോൾ 8 o'clock തൊട്ട് എൻ്റെ ഫാസ്റ്റിംഗ് വിൻഡോ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയത് ഇതാണ്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ലഞ്ചും ഡിന്നറും കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മാത്രം കഴിച്ചിട്ട് ഡിന്നർ സ്കിപ്പ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ കുഞ്ഞ് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി സെലക്ട് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കത് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്ക് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു വർക്കൗട്ടാണ്. ഞാൻ ഒരു 30 to 45 minutes വാക്കിംഗ് പോവും. അപ്പോൾ അത് കഴിഞ്ഞ് 8 മണിക്ക് ഒരു കപ്പ് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ. സോ ബ്ലാക്ക് കോഫി എന്തിനാണ് കുടിക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ ഈ ഫാസ്റ്റിങ്ങിൽ കുറച്ച് അധികം നേരം ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ഫാറ്റ് ബേണിനൊക്കെ കോഫി വളരെയധികം നല്ലതാണ്, ബ്ലാക്ക് കോഫി. സോ ഇതിൽ ഷുഗർ ഇടാതെ വേണം നമുക്ക് കുടിക്കാൻ. അപ്പോൾ ഇതിൽ ബ്ലാക്ക് കോഫി മാത്രമല്ല നമുക്ക് ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ ഒക്കെ കുടിക്കാം. പക്ഷേ ഷുഗർ ഇല്ലാതെ വേണം കുടിക്കാനായിട്ട്, കാരണം ഷുഗറാണ് മെയിൻ ഒരു വില്ലനായിട്ട് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കാനും മറക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 2.5 to 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻസിലേക്ക് കിടക്കാം. അപ്പോൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കർഡ് റൈസ്, എഗ് മസാല, പിന്നെ ഒരു പനീർ മസാല. അപ്പോൾ ആദ്യം നമുക്ക് എഗ്ഗ് മസാല, അതായത് ഒരു ഫ്രൈഡ് മസാല എഗ്ഗാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. സോ ഇതിൽ ഹെൽത്തി ഫാറ്റായിട്ടാണ് നമ്മളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പെരുംജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. വെളുത്തുള്ളി നല്ല ബ്രൗൺ ആവണം. എന്നിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ഇടണം. അതായത് മഞ്ഞൾപ്പൊടി, മുളകിൻ്റെ പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. അപ്പോൾ ഗരം മസാല 1/4 ടീസ്പൂൺ, ബാക്കിയെല്ലാം 1/2 ടീസ്പൂൺ വീതം ഇട്ടിട്ട് ഈ പൊടികളുടെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റണം. കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. എന്നിട്ട് പൊടികളുടെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുട്ട പുഴുങ്ങിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോ കാർബ് ഡയറ്റിൽ ഒരു ദിവസം ഒരാൾക്ക് 3 to 4 മുട്ട വരെ കഴിക്കാം. അപ്പോൾ 3 മുട്ടയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ മുട്ട പുഴുങ്ങിയത് ആ മസാലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് 2 സൈഡും ഒരു 2 മിനിറ്റ് വീതം നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം.
അപ്പോൾ ഇതാണ് നമ്മുടെ മസാല ഫ്രൈഡ് എഗ്സ്. അപ്പോൾ ഇത് സാധാരണ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നതാണ്. അപ്പോൾ നിങ്ങൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ അതുപോലെയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് വളരെ പെട്ടെന്നൊരു 5 മിനിറ്റിൽ റെഡി ആവുന്നൊരു റെസിപ്പിയാണ് മസാല ഫ്രൈഡ് എഗ്സ്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് തിരിച്ചു മറിച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ലോ കാർബ് ഡയറ്റിൽ റൈസ് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റൈസ് പോലെ തന്നെ ഉള്ള ഒരു ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്നത്. കോളിഫ്ലവർ കേർഡ് റൈസാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇതിന് മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കോളിഫ്ലവർ ഇങ്ങനെ റൈസ് പോലെ ആക്കിയെടുക്കുക എന്നുള്ളത്. ഒരു 10 മിനിറ്റ് നേരം തിളച്ച വെള്ളത്തിലിട്ടിട്ട് അതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഗ്രേഡ്സ് ആക്കി ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് അതൊരു ബൗളിലെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതൊരു എന്താ പറയുക, ശരിക്കും ആ ഒരു കേർഡ് റൈസ് കഴിക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. ടേസ്റ്റും അതേപോലെ തന്നെയാണ്. എന്നിട്ട് ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് കടുകും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് വറുത്തിടുകയും ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ വറുത്തിടുന്നില്ല. അപ്പോൾ ഈ തൈരും ഈ കോളിഫ്ലവർ ഗ്രെയിൻസ് പോലുള്ളതും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതേവിടെ നമ്മുടെ കോളിഫ്ലവർ കേർഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഒരു സിമ്പിളായിട്ടുള്ളൊരു പനീർ മസാലയും ഞാൻ ഉണ്ടാക്കി. അത് വളരെ പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് പനീർ മസാല. അപ്പോൾ ഒന്നുമില്ല, തക്കാളി ഒരു പകുതി സവാള വഴറ്റിയിട്ട് അതിൽ തക്കാളിയും വഴറ്റി 2 കാഷ്നട്ടും കൂടി ഇട്ടിട്ട് വഴറ്റി കുറച്ച് മുളകിൻ്റെ പൊടി വഴറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് അതെല്ലാം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചു. പിന്നെയും കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടായിൽ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നന്നായി വഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ പനീർ ക്യൂബ്സ് അതിലിട്ടിട്ട് ഉണ്ടാക്കിയതാണ് പനീർ മസാല. അത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്പി അനുസരിച്ച് പനീർ മസാല ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ലോ കാർബ് ലഞ്ചിൻ്റെ ഐറ്റംസാണ് ഇതെല്ലാം. പനീർ മസാല, പിന്നെ കോളിഫ്ലവർ കേർഡ് റൈസ്, പിന്നെ മസാല ഫ്രൈഡ് എഗ്സ്. ഇനി അടുത്ത് നമുക്ക് ഡിന്നറിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് വെറും 2 മീൽസ് എ ഡേ ആണ്. ലഞ്ചും ഡിന്നറും മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 7:30 മണിയാകുമ്പോഴേക്കും നമുക്ക് ഡിന്നർ ഒരു 8 മണിക്ക് മുമ്പ് തന്നെ ഡിന്നർ ഫിനിഷ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിന്നറിന് ഞാനിവിടെ ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ അയില കിട്ടിയത്, അതുപോലെ ഒരു ഫുള്ള് അയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അതിൽ മുളകിൻ്റെ പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളകിൻ്റെ പൊടി, കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് പുരട്ടി വെച്ച് ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ മീൻ വറുത്തതും പിന്നെ ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ പനീർ മസാലയുടെ ബാക്കിയുണ്ട്. അപ്പോൾ പനീർ മസാലയും പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു വെജിറ്റബിൾ എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു കോളിഫ്ലവർ മസാല ഉണ്ടാക്കി. തക്കാളി, സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം വഴറ്റി പൊടികളെല്ലാം ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കോളിഫ്ലവർ മസാല. അപ്പോൾ ഇത് വെറും കുറച്ച് ഓപ്ഷൻസാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ കഴിക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പോൾ ഇത് ഞാൻ സാധാരണ എൻ്റെ ഒരു മീൽ ഓപ്ഷനാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ലോ കാർബ് ഡയറ്റ് ഫോളോ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഭക്ഷണം തന്നെ കഴിക്കുക. പക്ഷേ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ഒരു ലിമിറ്റിൽ ഒന്ന് കുറച്ചതിന് ശേഷം ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുക. വളരെ നല്ല റിസൾട്ട്സ് കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.